തോമസ് ആൽവ എഡിസൺ, നിക്കോൾ ടെസ്ല. എഡിസൺ ബൾബിൻ്റെ ഫിലമെൻ്റ് ടങ്സ്റ്റൺ മെറ്റൽ ഉപയോഗിച്ചപ്പോഴാണ് അറിയപ്പെട്ടത്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. മെൻലോ പാർക്കിലെ വിഷാടാണെന്നൊക്കെ പറയണം. DC-കാരൻ്റെ പുള്ളിയെ കണ്ടുപിടിച്ചത്. പക്ഷെ പുള്ളിക്ക് ടെസ്ലയോട് ഭയങ്കര അസൂയാണ്. ടെസ്ലയാണ് AC-കാരനെ കണ്ടുപിടിച്ചത്. ടെസ്ലയുടെ പല ഫൈൻഡിങ്സും എഡിസൺ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ മറ്റൊന്നുമല്ല, അസൂയാണ്. ടെസ്ല ഒരു ജീനിയസായ, ടെസ്ല ഐൻസ്റ്റീനെക്കാട്ടും എല്ലാം ഒരു ജീനിയസായ. അവസാനം ഒരു കോടി ഉണ്ടാക്കാതെയാണ് മരിച്ചത്. ഒരു ബിസിനസ് സൈഡ് അറിയില്ല. ടെക്നിക്കലി ഈ സൂപ്പർ. ഇവന് ഇലോൺ മസ്കോട് അത്ര വരില്ല. എഡിസൺ ഭയങ്കര അസൂയയായി. ടെസ്ലയെ നശിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തി. ബുദ്ധിപരം നോക്കിയാൽ എഡിസൺ ഭയങ്കര ഹാർഡ് വർക്കറാണ്, പക്ഷേ ഇൻ്റലിജൻ്റ് അല്ല. ഹി വാസ് മോർ എ ബിസിനസ് മാൻ. ഇതിലുണ്ടാക്കിയത് ജനറൽ ഇലക്ട്രിക്കൽ പുള്ളിയുടെ കമ്പനിയാണ്. ടെസ്ല അങ്ങനെ വലിയ കാശിലാകാൻ നോക്കിയില്ല, പക്ഷെ വളരെ ജീനിയസ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായിരുന്നു. എനിക്ക് ഇമാജിനേഷനും എല്ലാം ഉണ്ടായിരുന്നു. വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കരമായിരുന്നു. എഡിസൺ നല്ല അസൂയ ഉണ്ടായിരുന്നു ടെസ്ലയോട്. ടെസ്ലയുടെ പല ഫൈൻഡിങ്സ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നശിപ്പിച്ച് കളയുക ചെയ്യുക. ജീനിയസ് ആയിരുന്നു ടെസ്ല, ഇൻവെൻറ്റർ. ഒരുപാട് കണ്ടുപിടുത്തമുണ്ടായിരുന്നു. AC-കാരന് മാത്രമല്ല, ഡെത്ത് റിയലുള്ള സംഭവം പഠിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇതെല്ലാം ഇതാണ് ഈ പ്രതിഭകൾക്ക് അസൂയയില്ല. ടെസ്ലയ്ക്ക് അതുകൊണ്ട് അസൂയയില്ലാത്ത. എഡിസൻ്റെ പേര് വളരെ പൊക്കി പറയണ്ട, പക്ഷെ അതൊന്നും കാര്യമില്ല. എഡിസൺ ടെസ്ലയുടെ മുമ്പിൽ ഒന്നുമല്ല.